മോദിയെ വിജയ് പ്ലാൻ എല്ലാം സത്യമായിരുന്നോ? നമുക്ക് നോക്കാം. അതായത് ദളപതി വിജയ് തന്റെ പാർട്ടി പ്രഖ്യാപിച്ചത് മുതൽ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയ ആ നിമിഷം വരെ നമ്മൾ കേൾക്കുന്ന ഒരേ ഒരു കാര്യമാണ് TVK മോദിയുടെ തന്ത്രമാണ് എന്നത്. ഇപ്പോഴത്തെ അതൊക്കെ ശരിവെക്കുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് തമിഴ്നാട്ടിൽ ഓരോന്നോരോന്നായി നടക്കുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണിൽ കാവി എണീക്കാൻ മോദി ഇറക്കിയ ആ തുറുപ്പുചീട്ട് വിജയ് തന്നെയാണോ? സംശയമില്ല, വിവരങ്ങൾ പുറത്തു വരികയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നടന്നത് വെറുമൊരു ചടങ്ങല്ല, ഒരു വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയായിരുന്നു. സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം. ദേശീയഗാനത്തിന് മുമ്പ് വന്ദേ മാതരത്തിന്റെ 6 ഖണ്ഡികകളും പൂർണ്ണമായി ആലപിച്ചുകൊണ്ടാണ് വിജയ് ഭരണം തുടങ്ങിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ജനുവരിയിൽ ഇറക്കിയ നിർദ്ദേശം അതേപടി നടപ്പിലാക്കിയ ആദ്യത്തെ മുഖ്യമന്ത്രിയായി വിജയ് മാറി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും മടിച്ചു നിന്ന കാര്യമാണ് വിജയ് തമിഴ്നാട്ടിൽ ചെയ്തു കാണിച്ചത്. വന്ദേ മാതരത്തെ എതിർക്കുന്ന കോൺഗ്രസ് നിലപാടിനെ തള്ളിക്കളഞ്ഞ് രാഹുൽ ഗാന്ധിയെ സാക്ഷിയാക്കി തന്നെ വിജയ് തന്റെ ദേശീയ ബോധം വ്യക്തമാക്കി. ഇത് ആരെ സന്തോഷിപ്പിക്കാനാണെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമല്ലേ? തമിഴ്നാടിനെ ഇത്ര കാലം അടക്കി ഭരിച്ച ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വേരറുക്കുക എന്നതാണ് BJPയുടെ എക്കാലത്തെയും ലക്ഷ്യം. സ്റ്റാലിന്റെ DMK ഇന്ന് അക്ഷരാർത്ഥത്തിൽ പതർച്ചയിലാണ്. കോൺഗ്രസ് പിന്നിൽ നിന്നും കുത്തി എന്ന് സ്റ്റാലിൻ തന്നെ തുറന്നു പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ഇപ്പോൾ വിജയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടി സ്റ്റാലിന്റെ അനുമതി ചോദിക്കേണ്ടി വരുന്ന ഗതികേടിലുമാണ്. ഈ രാഷ്ട്രീയ ശൂന്യതയിലേക്ക് നരേന്ദ്രമോദി കൃത്യമായി വിജയെ പ്രതിഷ്ഠിച്ചു എന്ന് വേണം കരുതാൻ. DMKയെ തകർത്ത് തമിഴ്നാട്ടിൽ BJPക്ക് അനുകൂലമായൊരു പുതിയ താവളം ഒരുക്കുകയാണ് ഈ വിജയ് പ്ലാനിന് പിന്നിലെ രഹസ്യം. നരേന്ദ്രമോദി എന്തുകൊണ്ടുവന്നാലും കണ്ണടച്ചെതിർക്കുന്ന ഒരു പതിവ് തമിഴ് രാഷ്ട്രീയത്തിലുണ്ട്. എന്നാൽ വിജയ് വരുന്നതോടെ ആ സീൻ മാറുകയാണ്. കേന്ദ്രത്തിന്റെ നിയമങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടമായിരിക്കും വിജയുടേത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചിലർ ഇതിനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്നുണ്ട് എങ്കിലും വിജയ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഒരു പക്ക നാഷണലിസ്റ്റ് ഇമേജിലേക്ക് വിജയ് മാറിക്കഴിഞ്ഞു. വിജയ് വിളിച്ചു പറഞ്ഞാൽ ലോകാവസാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ യുവജന സമൂഹത്തെ BJPക്ക് വേണ്ടി വിജയ് പാകപ്പെടുത്തിയിരിക്കുകയാണ്. അധികാരമേറ്റ ഉടൻ വിജയ് നടത്തിയ നീക്കങ്ങളും വന്ദേ മാതര വിവാദവും കൂട്ടി വായിച്ചാൽ ഒരു കാര്യം എന്തായാലും ഉറപ്പിക്കാം: വിജയ് BJPയുടെ തന്ത്രപ്രധാനമായ ആയുധം തന്നെയാണ്. ദ്രാവിഡ മണ്ണിൽ BJPക്ക് വേണ്ടിയുള്ള കളമൊരുക്കുന്നതിൽ വിജയ് വിജയിച്ചിരിക്കുന്നു. ഇനിയുള്ള നാളുകളിൽ ഈ ബന്ധം കൂടുതൽ പരസ്യമായിരിക്കും. ഇതൊരു സിനിമയേക്കാൾ വലിയ ട്വിസ്റ്റുകളുള്ള പൊളിറ്റിക്കൽ ഗെയിം ചേഞ്ചർ തന്നെയാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായും രോഷം തോന്നിയേക്കാം, എന്നെ വിമർശിച്ചേക്കാം. പക്ഷെ കാത്തിരുന്ന് കാണാം ഈ ട്വിസ്റ്റുകൾ.